ഹലോ ഗായ്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞങ്ങളിതാ ഒന്ന് പുറത്തേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ നമ്മളിന്ന് ചിറാപൂഞ്ചി മഴൻ്റെ ഒരു റീൽസ് എടുക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും കൂടി ഒന്ന് വെറുതെ ഒന്ന് വൈകുന്നേരമായപ്പം പുറത്തേക്ക് പോകുന്ന വീഡിയോസാണ് കേട്ടോ അത്. അപ്പോൾ ഞാനും എൻ്റെ ബ്രദറിൻ്റെ വൈഫ്, കുട്ടികളൊക്കെ ആയിട്ടാട്ടോ നമ്മൾ പോകുന്നത്. അപ്പോൾ അവിടെയൊക്കെ ഒരു വൈബ് സ്ഥലമാണ് കേട്ടോ ഈ കാണുന്നത്. അവിടെ ഒരു തട്ടുകടയുണ്ട് കേട്ടോ, പഴയ ഒരു തട്ടുകട ഉണ്ട് കേട്ടോ. അപ്പോൾ അതിലൂടെ ഞങ്ങൾ പോവാട്ടോ. ഞങ്ങൾ പോകുന്നത് തോട്ടുമുക്കം എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. അപ്പോൾ പോണ വൈബിലാണ്. അപ്പോൾ ഞങ്ങൾ ആ വൈബ് സ്ഥലം കണ്ടപ്പോൾ അവിടെ ഇറങ്ങിട്ടോ. കുറച്ച് റീൽസൊക്കെ ഇവിടുന്ന് എടുക്കാൻ വിചാരിച്ച് അങ്ങനെ ഞങ്ങൾ അവിടെ ഇറങ്ങിട്ടോ. എന്താ പറയാനൊരു രക്ഷയില്ല, അടിപൊളി സ്ഥലം കേട്ടോ. റീൽസൊക്കെ എടുക്കാൻ പറ്റിയ സ്ഥലമാണ്. കണ്ടില്ല, നല്ല ഒഴുക്കുണ്ട് കേട്ടോ. തോണിയൊക്കെ പോയിന് കേട്ടോ ഇതിൽ. ഇപ്പോൾ നമ്മൾ റീൽസിൽ നമ്മൾ ഷോർട്ട് വീഡിയോസിൽ ഉണ്ടാവും കേട്ടോ. പിന്നെ നമ്മളൊക്കെ കഴിഞ്ഞ് തിരിച്ച് പോവുകയാണ്. നമ്മൾ അവിടെയൊക്കെ നമ്മൾ നല്ലോണം ആസ്വദിച്ചും കണ്ട് പോവാം കേട്ടോ. എത്ര കണ്ടിട്ട് മതി വരുന്നില്ല കേട്ടോ. ഒഴുക്കൊക്കെ കണ്ടിട്ട് അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി, ഒരു രക്ഷയില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ കൂടെ പോവുകയാണ്. രണ്ട് സൈഡും അങ്ങനെ തന്നെ കേട്ടോ. ഇപ്പുറത്തെ സൈഡും അടിപൊളിയാണ്. ഏതാ വൈബില്ലേ. ഇതുപോലൊക്കെ പോകുമ്പോൾ വൈകുന്നേരമൊക്കെ ആകുമ്പോൾ ഇതുപോലെ പോകണം. സംഭവം തോട്ടുമുക്കെന്ന് പറഞ്ഞ സ്ഥലത്ത് പോയിട്ട് അവിടുന്ന് കുറച്ച് റീൽസ് എടുക്കാമെന്ന് പറഞ്ഞാൽ പോയത് കേട്ടോ. പക്ഷേ ഇതൊക്കെ കണ്ടപ്പോൾ നമുക്ക് ഭയങ്കരതായിട്ടോ. ഇത് മാവൂരേക്കുള്ള പാലത്തിൻ്റെ പുതിയ പാലാണ് കേട്ടോ, മാവൂരേക്കുള്ള. ഇവിടെ വന്ന് കുറേ ആൾക്കാർ റീൽസ് എടുക്കാനൊക്കെ വരലുണ്ട് കേട്ടോ. അത് നൈറ്റ് വൈബ് അടിപൊളിയാണ് കേട്ടോ. ഈ പാലത്തിൻ്റെ അടുത്ത് നൈറ്റിലൊക്കെ ഒരുപാട് ആൾക്കാരുണ്ടാവും കേട്ടോ. മാവൂര് ഭാഗത്തുള്ള പാലാണ്. അപ്പോൾ ഞങ്ങൾ താത്തൻ്റെ മോനെ അവിടെ ഇറക്കിയിട്ടുണ്ട് കേട്ടോ. അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള വ്യൂ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവനവിടുന്ന് നമ്മളെ വീഡിയോസ് എടുത്തുകൊണ്ട് നിൽക്കുകയാണ്. ഇതാണ് കേട്ടോ താത്തൻ്റെ മോനെ. അപ്പോൾ വീഡിയോസ് എടുത്തുകൊണ്ട് നിൽക്കുക. അപ്പോൾ നമ്മൾ പാലം കയറിയിട്ടുണ്ട് ഗെയ്സ്. അപ്പോൾ ഞങ്ങളെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അതിൻ്റെ ഉള്ളിലൂടെ പറയാണ്. ഇനി ഞങ്ങൾ പോകുന്നതിൻ്റെ ഇവിടെ കൂടെ കുറച്ച് ഞങ്ങൾ യാത്ര ചെയ്തിട്ടോ. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഇനി ഏതായാലും ഒരു ചായ കുടിച്ചാലേ ഇനി മുന്നോട്ട് പോകുള്ളൂ എന്ന് പറഞ്ഞ് എല്ലാവരും ചായ കുടിക്കണം എന്നുള്ള വിധത്തിൽ. ഇത് അടിപൊളി സ്ഥലമാണ് കേട്ടോ. പാലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വന്നത് ഈ സ്ഥലത്തേക്കാണ്. അടിപൊളി വൈബാണ്. അപ്പോഴാണ് നമ്മളവിടെ ഒരു ചായക്കട കണ്ടിട്ടോ. അപ്പോൾ ഏതായാലും ഇനി ചായ കുടിച്ചിട്ടേ മുന്നോട്ട് പോവുള്ളൂ. അപ്പോൾ നമ്മൾ ഇനി പാർക്കിംഗ് ഏരിയ എവിടെയാണെന്ന് നോക്കിയിട്ടോ. അപ്പോൾ വിശാലമായൊരു പാർക്കിംഗ് ഏരിയ ഉണ്ട് കേട്ടോ. സത്യം പറയുകയാണെങ്കിൽ ഒരു സൂയിസൈഡ് പോയിൻറ്റിൻ്റെ മാതിരിയുള്ള അതേ വൈബ് സ്ഥലം കേട്ടോ ഇത്. അപ്പോൾ നമ്മൾ അവിടെ നിന്നും കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് ഏതായാലും ചായ കുടിക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ അങ്ങോട്ടേക്ക് ഇറങ്ങി കേട്ടോ. എല്ലാവരും ഇറങ്ങി പിന്നെ ചായ കുടിക്കാൻ പോയിട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങളൊന്ന് എല്ലാവരും കൂടി ഇറങ്ങിയപ്പോൾ അങ്ങോട്ട് പോയിട്ടോ. കുറച്ച് വീഡിയോസൊക്കെ അവിടെ നിന്ന് എടുക്കാമെന്ന് പറഞ്ഞു കണ്ട് അവിടേക്ക് പോയി. പിന്നെ നമുക്ക് ടൈമിങ് കുറവാണ്. നമ്മൾ പോകുന്നത് തന്നെ വൈകുന്നേരം ആയതുകൊണ്ട് ടൈമിങ് കുറവാട്ടോ. അപ്പോൾ നമ്മൾ ഏതായാലും ചായ വാങ്ങാൻ പോയി. ചായ കുടിക്കുന്ന വീഡിയോസൊന്നും നമ്മൾ എടുത്തിട്ടില്ല കേട്ടോ ഗേസ്. ഒന്നാമത്തെ കുട്ടികളെ തന്നെ മോളൊക്കെ ഭയങ്കര ടയേർഡായിക്കുന്നു. ചെറിയ മോള്, കാക്കൻ്റെ മോള് കേട്ടോ. എന്താ കണ്ടില്ലേ, ആള് ഭയങ്കര മൂഡ് ഓഫിലിരിക്കുകയാണ്. ഇനി ഒന്ന് ഉഷാറായി വരണം. ചായയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഒന്ന് ഉഷാറാവും കേട്ടോ. പിന്നെ മോള് നല്ല എക്സൈറ്റ്മെൻറ്റിലാണ് കേട്ടോ. എവിടെയെങ്കിലും പോവാന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. പിന്നെ നമ്മൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസ് വീഡിയോസൊക്കെ എടുത്തിട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ നേരെ അടുത്ത പാലം കയറിയിട്ടുണ്ട് ഗേസ്. പറയുന്നതിൽ ചെറിയ മിസ്റ്റേക്കൊക്കെ ഉണ്ടാവും കേട്ടോ. ഫസ്റ്റ് ടൈം അല്ലേ, അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിച്ചേക്കുക. ഇന്ന് ഫുള്ള് പാലം കിടക്കുന്ന പണി തന്നെ കേട്ടോ ഉള്ളത്. ഈ റോഡ് അങ്ങനത്തെ ഒരു ഭാഗത്ത് കൂടെ ആയതുകൊണ്ടാണ്. തോട്ടുമുക്കം ഭാഗത്തേക്കുള്ളത് കണ്ടില്ലേ, അടിപൊളി വൈബാണ് കേട്ടോ. ഇവിടുത്തെ സ്ഥലം കണ്ടില്ലേ,
കണ്ടാൽ ശരിക്കൊരു വയനാട് ചുരം കയറുന്ന ഒരു ഫീലൊക്കെ ആണ് കേട്ടോ. നിങ്ങൾ പോകുന്ന വൈമലൊക്കെ എത്താത്തതിന് മോനെ നമ്മളവിടെ ഇറക്കും കേട്ടോ. എന്താ വിചാരിച്ചാൽ വീഡിയോസ് അവിടെ നിന്നുള്ള വീഡിയോസുകളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അവനവിടെ ഇറക്കും. പിന്നെ ഞങ്ങൾ അവനെ കൂട്ടാതെ പോയിട്ടോ. എന്താല്ലേ സ്ഥലം, അടിപൊളി സ്ഥലമാണ് കേട്ടോ. ഇവിടെ ഒന്നും പോരാൻ തോന്നില്ല. ഇത് പോയത് വൈകുന്നേര സമയത്താട്ടോ, ഒരു 3 മണി 3:30 ആ ഒക്കെ ഒരു സമയമായാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് തന്നെ പോകുന്നത് കേട്ടോ. ഈ നൈറ്റിലാകുമ്പോഴേക്ക് നമുക്ക് തിരിച്ചു വരും വേണമല്ലോ. നിങ്ങൾ റബ്ബർ തോട്ടത്തിൻ്റെ ഒക്കെ കൂടെ ഉള്ള ഒരു യാത്ര തന്നെ കേട്ടോ. ശരിക്കും പറയുകയാണെങ്കിൽ പേടിയാവും കേട്ടോ. രാത്രിയൊക്കെ ഇതിലൂടെ യാത്ര ചെയ്യുന്നവർ സമ്മതിക്കണം കേട്ടോ. കാക്കൻ്റെ വർക്കുള്ള സ്ഥലത്തേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് ഗൈസ്. അപ്പോൾ നമ്മൾ ലക്ഷ്യസ്ഥാനത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടേക്ക് കയറുന്ന സ്ഥലത്തുള്ള റോഡാണ് കേട്ടോ അത്. കാണുമ്പോൾ തന്നെ നല്ല അടിപൊളി വൈബാണ്. നമ്മളവിടെ എത്തി. അവിടെ എത്തിയപാടെ ഫിലിമോളൊക്കെ ഓടി കളിക്കുക കേട്ടോ. വിശാലമായൊരു എന്താ പറയുക, ഒരു പറമ്പ് അങ്ങനെ വേണമെങ്കിൽ പറയാം. എന്താ ഭംഗി. നമ്മൾ എത്തിയ സമയം എന്ന് പറഞ്ഞാൽ ഒരു 5:30 6 മണി ആ ഒരു ടൈമൊക്കെ ആയിരുന്നു കേട്ടോ ഞങ്ങളവിടെ എത്തിയത്. അപ്പം തന്നെ ഒരു ഇരുട്ട് വരാനുള്ളൊരു ടൈം ആയിക്കണേ ഞങ്ങളവിടെ എത്തുമ്പോൾ തന്നെ. പിന്നെ നമ്മൾ കുറച്ച് റീൽസ് വീഡിയോസൊക്കെ കാക്കി യൂട്യൂബിലുണ്ട് കേട്ടോ. അപ്പോൾ കാക്കയും കുറച്ചെടുത്ത്. ഇത് മലകൾക്ക് നടുവിലൂടെ ഒരു എന്താ പറയുക, ഒരു പാറ കേട്ടോ. അടിപൊളിയാണ്. ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത് അറിയില്ല കേട്ടോ. ശരിക്കും പറയണ ഒരു പാർക്കിൻ്റെ ഒക്കെ ഒരു ഫീലാണ് കേട്ടോ ഇവിടെ. ഈ റബ്ബർ തോട്ടം അതിൻ്റെ അടുത്ത് കൂടെ തന്നെ ഉള്ള പോകുന്ന വഴിയിലാണ് കേട്ടോ റബ്ബർ തോട്ടം. അപ്പോൾ നമ്മൾ ആ റബ്ബർ തോട്ടത്തിലൂടെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടോ. ശരിക്കും കുറേ റീൽസൊക്കെ എടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ടൈം ഇല്ലാത്തതുകൊണ്ട് നമ്മളൊക്കെ ചിരിക്കും കണ്ടാട്ടോ ചെയ്തത്. പിന്നെ നമ്മൾ മെയിനായിട്ട് വന്നത് ചിറാപ്പൂഞ്ചി മയത്തു നിന്നുള്ള വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ട്.